കൂട്ടുകാരെ, നമുക്കിന്ന് എന്താ മുളക് തൈ പാകി പൊടിപ്പിക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ എല്ലാവർക്കും കാണിച്ചു തരാം. അതെങ്ങനെയാണ് ഞാൻ ഈ മുളക് തൈയാക്കിയെടുത്ത് ഞാൻ മുളക് കൃഷി ചെയ്യുന്നത് എങ്ങനെയെന്ന് ഞാൻ എല്ലാവർക്കും വിശദമായിട്ട് പറഞ്ഞു തരാം. ഇതാണ് ഞാൻ മുളക് എല്ലാവർക്കും പാകി എല്ലാ കവറിലും പാത്രങ്ങളിലൊക്കെ പാകി വെച്ചേക്കുന്നതാണ്. ഈ മുളക് എല്ലാം പൊടിച്ചിരിപ്പുണ്ട്. ഞാൻ ഇത് ഇതെങ്ങനെയാണ് പാകണമെന്ന് വെച്ചാൽ എൻ്റെ മുളകിൽ പഴുത്ത മുളകാണ് ഞാൻ എടുക്കുന്നത്. അതിൻ്റെ ഈ പുറത്തെ തൊലി തോടായിട്ടിരിക്കുന്നത് ഞാൻ പിച്ചാത്തിക്ക് കണ്ടിച്ചെടുത്ത് ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് എടുക്കും, കറി വയ്ക്കാനൊക്കെ എടുക്കും. എന്നിട്ട് ബാക്കിയുള്ള അരി ഇതിങ്ങനെ ഇരിക്കുന്നു. ഇത് ഞാൻ ഉണക്കാനൊന്നും വെച്ചേക്കില്ല. ഞാൻ അപ്പോഴേ തന്നെ അതിനെ തൊഴിച്ചെടുത്ത് തൊഴിച്ചെടുത്തിട്ട് ഇത് ചകിരിച്ചോറും ചാണകപ്പൊടിയാണ് ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചേക്കണത്. അത് ഞാൻ ഇതിൻ്റെ ഈ കവറുകളിൽ വെച്ചിട്ടുണ്ട്. ഇതിലൊക്കെ ഓരോ വിത്തിട്ടാണ് ഞാൻ അത് മുളപ്പിച്ചത്. പിന്നെ കവർ കുറഞ്ഞു പോയതുകൊണ്ട് ഞാൻ പിന്നെ വലിയ ചട്ടികളിലാക്കി. ഇത് നല്ല എരിയ മുളക്, വലിയ മുളകാണ് ഈ പാകി വെച്ചേക്കണത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് കുറച്ചേ ഉള്ളായിരുന്നു, എൻ്റെ ട്രേ ഇത്രയേ ഉള്ളായിരുന്നു. അതിലാണ് ഇത് ഇങ്ങനെ പാകി വെച്ചേക്കണത്. ഇതിലിപ്പം ഞാൻ ചുണ്ണാമ്പ് കലക്കി വെച്ചിരുന്നത് കട്ടി കുറച്ച് ഞാൻ ഇതിൽ തളിച്ചു കൊടുത്തു. അതാണ് ആ വെള്ള കളർ കാണുന്നത്. എന്ന് പറയുമ്പോൾ അത് പൊടിച്ച് വരുമ്പോഴേ ഉരുടൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതങ്ങനെ ചെയ്യുന്നത്. അപ്പം നല്ല തഴച്ച് കയറി വരും. ഇന്നലെ ഞാൻ ഈ ചുണ്ണാമ്പ് കലക്കി അടിച്ചു കൊടുത്തു. ഇത് കത്തിരിക്കത്തൈ ആണ്. ഇത് മുളക്, ഇത് കാന്താരി മുളകാണ് ഞാൻ പാവി വെച്ചേക്കുന്നതാണ് ആ മുളക്. അത് കഴിഞ്ഞിട്ട് ഇത് കുറച്ച് കത്തിരിക്ക പാവിയതാണ്. ഇത് എരിയ മുളക്, നല്ല മുളകിൻ്റെ വിത്ത് പാവി പൊടിപ്പിച്ചേക്കുന്നതാണ്. ഇതിൽ ഞാൻ 2-3 ദിവസം ആയതേ ഉള്ളൂ 5-6 വിത്തിട്ടിട്ട്. അതിപ്പം മുളച്ച് വരണം. അതൊരു ചെടി നട്ടയിലെ കൂടെയാണ് അത് പാവിയത്. ഇതുപോലെയൊക്കെ എല്ലാവരും ചെയ്തു നോക്കണം, പെട്ടെന്ന് പൊടിക്കും. ഇനി ഇത്തിരി കൂടെ വളർന്നിട്ടേ എനിക്ക് നടാൻ പറ്റുള്ളൂ. അപ്പോഴും ഞാൻ ആ വീഡിയോ ഞാൻ എല്ലാവർക്കും കാണിച്ചു തരാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.